ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്തതിന് ശേഷം വാഹനവും ബാറ്ററിയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം കൃത്യമായൊരു ഒത്തുതീർപ്പിലെത്തിയതിനു ശേഷം ഇവർ ചാർജിങ് പ്രോസസ്സിലേക്ക് കടക്കത്തുള്ളൂ. അതായത് ഈ ഒരു PLC പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ടെക്നിക്കൽ ഡെമോ ഉള്ള പവർ ലൈൻ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ വാഹനം കൊണ്ടുവന്ന് നമ്മുടെ ചാർജറിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ ഈ വാഹനം ചാർജറിനോട് സംസാരിക്കും, എനിക്ക് ഇത്ര പവർ വേണം, എനിക്ക് ഇത്ര കറണ്ട് വേണം. ചാർജർ പറയും എനിക്ക് ഇത്ര പവർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കറണ്ട് തരാൻ പറ്റും എന്ന് ചാർജർ പറയും. എന്നിട്ട് ഇവർ നമ്മൾ മ്യൂച്വലി എഗ്രിമെന്റിലായതിനു ശേഷമാണ് ചാർജിങ് എന്ന സാധനത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ പെട്രോൾ അടിക്കുന്നത് പോലെ 5 മിനിറ്റിന്റെ ഉള്ളിൽ ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇനി ഉണ്ടാവാൻ പോകുന്നുണ്ടോ? അതിന് രണ്ടുത്തരം ഞാൻ പറയേണ്ടി വരും. ഒന്ന്, ചില ആൾക്കാർക്ക് ചാർജ് ചെയ്യേണ്ടിയേ വരില്ല. അതെങ്ങനെ? അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ എൻ്റയർ ചാർജിങ്ങിൻ്റെ 80% നടക്കുന്ന വീട്ടിൽ വെച്ചിട്ടാണ്. അതായത് ഞാനൊരു വാഹനം ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാർജിങ്ങിൻ്റെ 80% നടക്കാൻ സാധ്യത എൻ്റെ വീട്ടിൽ തന്നെയാണ്. പൊതുവെ അത് നടക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പകൽ രാവിലെ വണ്ടി എടുത്ത് പോകും, വൈകുന്നേരം അത്